എല്ലാവർക്കും നമസ്കാരം. അധികം വലിയ ചെലവുകളൊന്നുമില്ലാതെ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ കേക്കാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1.5 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് വേണം. കൂടെ പഞ്ചസാര വേണം. ഒരു കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര മതി. ബിസ്ക്കറ്റിന് മധുരം ഉള്ളതുകൊണ്ട് കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചേക്കുകയാണ്. അതിൻ്റെ കൂടെ പാല് വേണം. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പാല്, ഇത്ര അളവൊന്നുമില്ല, അതിനാവശ്യത്തിനുള്ള പാല്. അതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ വേണം. ബേക്കിംഗ് സോഡ കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂൺ അല്ലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുടെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഈ ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഈ ബിസ്ക്കറ്റ് 1.5 പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ പൊടിച്ചെടുത്തത്, അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊടിച്ച് വെച്ച് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. എല്ലാ പഞ്ചസാരയും വേണ്ടി വരില്ല. നമുക്ക് ഈ പഞ്ചസാര ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച ആ പൊടിയിലോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ആ ചെറിയ തരികൾ പൊങ്ങി കിടക്കുന്നുണ്ടോ, അതുമെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇടണം. ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് ലൂസായിട്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കാണിക്കാഞ്ഞത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം പാലൊഴിക്കുക. പാൽ കുറച്ച് ഒഴിക്കാവൂ. ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ലൂസായിപ്പോവും. ഈ ബാറ്റർ ഒരു പരുവുണ്ട്, ആ പരുവം വരെ നമുക്ക് കുഴയ്ക്കണം. അതിനു വേണ്ടി ആവശ്യത്തിന് പാല് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇങ്ങനെ സ്പൂണിൽ നിന്ന് വിട്ടു പോകുന്ന പോലത്തെ രീതിയിൽ, ഈ രീതിയിലാക്കിയെടുക്കണം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഒരു പാത്രം എടുക്കാം. ഇങ്ങനെ ഒരു പാത്രം എടുത്താൽ മതി. അതിനകത്ത് നെയ്യ് പുരട്ടുക. നെയ്യോ എണ്ണയോ എന്തെങ്കിലും. അതിനുശേഷം അതിനകത്ത് ഞാൻ ബട്ടർ പേപ്പറാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കടയിലൊക്കെ കിട്ടും ബട്ടർ പേപ്പർ. 3 രൂപയേ ഉള്ളൂ. വലിയൊരു ഷീറ്റ് കിട്ടും. അത് ഞാൻ അതിൻ്റെ ആ ഒരു രീതിയിൽ മുറിച്ചെടുത്ത് അതിനകത്തോട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്ററിനകത്ത് എയർ ഹോൾസ് കാണും. അത് കളയാൻ വേണ്ടിയിട്ട് പാത്രം ഒന്ന് തട്ടിക്കൊടുക്കണം. അതിനുശേഷം ഒരു ഈർക്കിൽ കഷ്ണമെല്ലാം എടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കഴിയുമ്പോൾ അതിനകത്തെ എയർ ഹോൾസ് എല്ലാം അങ്ങ് മാറിക്കോളും. ഇനി നമുക്ക് കേക്ക് വെക്കാനുള്ള പാത്രം റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന കുക്കറാണ്. കുക്കറിനകത്ത് ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കുക്കർ അടച്ച് വെക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം അടയ്ക്കാൻ. അതിനുശേഷം അത് തുറന്ന് നമ്മുടെ ബാറ്റർ ഇറക്കി വെക്കാം. ബാറ്റർ നല്ല ശ്രദ്ധിച്ചിറക്കി വെക്കണം. പാത്രത്തിലൊക്കെ നല്ല ചൂടായിരിക്കും. കൈയൊന്നും പൊള്ളാതെ ഇറക്കി വെക്കണം. എന്നിട്ട് നമുക്ക് ഒരു 40-45 മിനിറ്റ് സമയത്തേക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം അതായിട്ടുണ്ടോ എന്ന്. ഇത് ഞാൻ ഇടയ്ക്ക് 1-2 വട്ടം തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ തുറന്നപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടിയത്. ഒരു ഈർക്കിലിട്ട് ഇങ്ങനെ കൊത്തി നോക്കിക്കഴിഞ്ഞ് ആ ഈർക്കിലേൽ കേക്കിൻ്റെ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട് എന്ന്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പീനട്ട് ബട്ടറാണ്. അത് കേക്ക് ഒന്ന് നല്ലൊരു രീതിയിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പീനട്ട് ബട്ടർ എടുത്തിരിക്കുന്നത്. പീനട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കണം. ഇതിൻ്റെ ആവശ്യമില്ല, ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർ മാത്രം ഒന്ന് ചെയ്തെടുത്താൽ മതി. അതിനായിട്ട് പീനട്ട് ബട്ടർ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കാം. ചൂട് വെള്ളത്തിലൊന്ന് മുക്കി വെച്ചാൽ മതി. കുറച്ചു നേരം കഴിയുമ്പോൾ അതിങ്ങനെ അലിഞ്ഞു കിട്ടും. ഇനി നമുക്ക് കേക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അതിനു വേണ്ടി ഒരു പ്ലേറ്റ് എടുത്ത് അതിൻ്റെ മുകളിലോട്ട് കമത്തിയാൽ
ആ കേക്ക് നമ്മുടെ ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റുക. തണുത്തതിന് ശേഷം മാത്രമേ മാറ്റാവൂ, അല്ലെങ്കിൽ പേപ്പറിലെല്ലാം ഒട്ടിപ്പിടിക്കും. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നെയ്യോ എണ്ണയോ വല്ലതും തേച്ച് വെച്ചാലും മതി. ഇനി നമുക്ക് ഈ പീനട്ട് ബട്ടറൊക്കെ ഒന്ന് പരട്ടാം. ഞാൻ പീനട്ട് ബട്ടർ എല്ലാം ഒന്ന് പരട്ടി വെച്ചിട്ടുണ്ട് ചുറ്റും. പിന്നെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ജെയിംസിൻ്റെ മിഠായി അതും കൂടെ വെച്ച് ഞാനൊന്ന് അലങ്കരിച്ചെടുത്തു. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് മുറിക്കാവൂ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് കേക്കാണ്, തൊട്ടാൽ ഇങ്ങനെ താന്നു പോകുന്ന ടൈപ്പ് കേക്കാണ്. നല്ലതുപോലെ തണുക്കണം. അതിന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അതിനുശേഷം മാത്രമേ കേക്ക് മുറിച്ചെടുക്കാവൂ, അല്ലെങ്കിൽ അടർന്ന് പോകും കേക്ക്. എത്ര നല്ല കേക്കാണെങ്കിലും ചൂടോടെ മുറിച്ച് കഴിഞ്ഞാൽ അത് അടർന്നു പോകും. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞെടുക്കാം. ഞാൻ കേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തത്. എന്നിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ ബിസ്ക്കറ്റ് ഒന്നുമില്ല, വേറെ സാധാ ബിസ്ക്കറ്റ് വീട്ടിലെങ്കിലും അത് വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വേറൊരു ടേസ്റ്റ് കിട്ടുമെന്നേ ഉള്ളൂ. എന്തായാലും കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള സാധനം വെച്ച്. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അത് മാത്രം അഡീഷണൽ വാങ്ങുന്നുള്ളൂ നമ്മൾ. അത് വാങ്ങിച്ചാൽ തന്നെ ഒത്തിരി നാളിരിക്കും. 30 രൂപയൊക്കെ വെച്ചേ ഉള്ളൂ അതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.